Good afternoon, all. Okay, good afternoon. Class start ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് നോക്കാം. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, നോക്കാം. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ? മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അതിനെ നിരീക്ഷിക്കുക, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ നിരീക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ പാഠത്തിന്റെ പേര്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണ് ഈ ഒരു ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ചാപ്റ്ററിന്റെ നമ്പർ നിങ്ങളുടെ ചിലപ്പോ 50 അല്ലെ? 50 ആണ്. ഓക്കെ, 50 ആണ് കേട്ടോ. ഇതില നമ്പർ നിങ്ങൾ നോക്കിയിട്ട് ആ പേര് മാത്രം നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. ഓക്കെ, ബാക്കി ഡിസ്കഷൻസ് ഒക്കെ മാറ്റി വെക്കാം. അപ്പോ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ? അപ്പോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ്. അതായത് ഒരു രോഗിയുടെ സംതൃപ്തി എങ്ങനെയാണ്, എന്താണ് ഒരു രോഗിയുടെ സംതൃപ്തി, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ രോഗിയുടെ സംതൃപ്തി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളെ ഒരു കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ചാപ്റ്റർ ക്ലാസ് എടുക്കാൻ അല്ലെ? അതായത് നമ്മളിലുള്ള അനുഭവങ്ങൾ, നമ്മള് എല്ലാവരും തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നവരായിരിക്കുമല്ലോ അല്ലെ? ചെറിയൊരു അസുഖങ്ങൾ വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് എന്തായാലും ആശ്രയിച്ചേ തീരും. സോ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ എക്സ്പീരിയൻസ്, അതെല്ലാമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് വലിയ കുഴപ്പമില്ല. അപ്പൊ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. ഇൻട്രൊഡക്ഷൻ ഭാഗം തന്നെ ഒരു പേജ് ഉണ്ട്. ഒരു പേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് എന്താണോ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നവര് ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഇതിക്ക് മുന്നേ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഒരു രോഗിയുടെ സംതൃപ്തി എന്ന് പറയുന്നത്? നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി, ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് വിചാരിക്കുക. അപ്പോ നിങ്ങൾ അവിടെ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ നമുക്ക് വിടാം, നമുക്കൊരു എന്തെങ്കിലും നിങ്ങൾ ഒരു ഷോപ്പിൽ പോയോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടോ എന്തെങ്കിലും ഒരു ഡ്രസ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാറുണ്ട് നമ്മൾ അല്ലെ? ഞാൻ അതിന് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയും. എന്തുകൊണ്ടാണ് നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നത്? അതിന് എന്തെങ്കിലും റീസൺ ഉണ്ട് അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ ആയിക്കൊള്ളട്ടെ, നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ എടുക്കാം അല്ലെ? നമുക്ക് എക്സാമ്പിൾ അത് തന്നെ അങ്ങോട്ട് എടുക്കാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, ദെൻ നിങ്ങളുടെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാത്തിനും ശേഷം എന്തെങ്കിലും നിങ്ങൾ പറയുന്നത് ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുമ്പോ അതിന് എന്തെങ്കിലും റീസൺസ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് അതിന്റെ റീസൺസ്? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഡോക്ടർ, നഴ്സ്, ബിഹേവിയർ, ട്രീറ്റ്മെന്റ്, മാനേജ്മെന്റ്, ഓക്കെ, ഇതെല്ലാം പെടും അല്ലെ? വേറെ ആർക്കും സാറ്റിസ്ഫൈഡ് അല്ല? വേറെ ആരും ഹോസ്പിറ്റലിൽ പോയിട്ട് സാറ്റിസ്ഫൈഡ് അല്ല? ഒരാൾ മാത്രമേ ഉള്ളൂ. കെയറിംഗ് ഉണ്ട്, നല്ലൊരു പരിചരണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ നല്ല ഡോക്ടേഴ്സ്, അതുപോലെ നല്ല ഫെസിലിറ്റികള്, സ്റ്റാഫുകളുടെ ഒരു പെരുമാറ്റം അല്ലെ? ഇവയെല്ലാം നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ അതിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടി, നല്ല കെയറുകൾ കിട്ടിയിട്ടുണ്ട്, ദെൻ എനിക്കുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചു എങ്കിൽ മാത്രമേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയൂ. ഓക്കെ, അപ്പോ എന്താണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു ഐഡിയ കിട്ടിയോ? മനസ്സിലായോ? നമ്മുടെ ചാപ്റ്ററിന്റെ പേരിന്റെ ഒരു ഐഡിയ കിട്ടിയോ? സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് കാരണങ്ങളാൽ മാത്രമേ, അത് നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നത്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലോട്ട് വരാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ആണ് വായിക്കുന്നത്. നമുക്ക് ഓരോ പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ മീനിങ് ഒന്ന് പറയാം. ജസ്റ്റ് അതിന്റെ ഒരു കൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ആണ് നോക്കുന്നത്. Patient satisfaction is a comparative phenomenon which has been around since the 1960s
but active research on topic was started in late 1970s and early 1980s. അല്ലെ? അപ്പോ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, രോഗിയുടെ സംതൃപ്തി എന്നത് ഒരു കമ്പാരിറ്റീവ് ഫിനോമിനൽ ആണ്. അതായത് ഒരു താരതമ്യേന ഒരു പ്രതിഭാസമാണ്, അല്ലെ? ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു എന്നുള്ളത് ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. which has been around since 1960s. ഇത് 1960 മുതൽ മീൻസ് ആ ഒരു കാലഘട്ടങ്ങളിൽ തുടങ്ങി ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന്. അതായത് നമുക്ക് കേരളങ്ങളും കാര്യങ്ങളും അപ്പോഴൊക്കെയാണ് കുറച്ചുകൂടി ഹോസ്പിറ്റലുകളൊക്കെ ഡെവലപ്ഡ് ആവാനൊക്കെ തുടങ്ങിയത് ഈ 1960-ലൊക്കെയാണ്. സോ അതുകൊണ്ട് ആ ഒരു ടൈമിലാണ് ശരിക്കും ഇങ്ങനെയുള്ള ഒരു ആശയം, അതായത് രോഗിയുടെ സംതൃപ്തി എന്നൊരു ആശയം നിലവിൽ വന്നത്. നിലനിൽക്കുന്നത് 1960 തുടങ്ങിയാണ്. എങ്കിലും അതിന്റെ ആക്റ്റീവായിട്ട്, അതായത് കുറച്ചും കൂടി പേഷ്യന്റിന് ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു വന്നത് 1970 ലേറ്റ്, അതായത് 1970 അവസാനത്തിലും then early 1980 തുടക്കത്തിലുമാണ് കുറച്ചും കൂടി പേഷ്യൻസിന് ഇമ്പോർട്ടൻസും പേഷ്യന്റിന്റെ സംതൃപ്തിക്ക് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തു വരുന്നത്. ഓക്കെ, അപ്പോ 1960 ഉള്ളത് ഒന്ന് റൗണ്ട് ചെയ്തിടാം കേട്ടോ. ഇയർ സ്റ്റാർട്ട് ചെയ്ത ഇയർ കേട്ടോ. അതായത് ഇങ്ങനെയുള്ള ഒരു ആശയം, സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു ആശയം ആദ്യം തന്നെ ഉടലെടുക്കുന്നത് 1960-ലാണ്. ആ ഒരു ടൈമിലൊക്കെയാണ് കുറച്ചും കൂടി കൂടുതൽ ഹോസ്പിറ്റലുകളൊക്കെ ഡെവലപ്പ് ആവാനൊക്കെ തുടങ്ങിയത്, അല്ലെ? ആദ്യ കാലങ്ങളിൽ നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഇപ്പൊ നമ്മൾ വെച്ച് നോക്കുമ്പോഴാണെങ്കിലേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസില നമ്മളുടെ ഒരു ഏരിയയിൽ തന്നെ അത്യാവശ്യം 2-3 ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവും, അല്ലെ? ഇപ്പൊ ആ ഒരു സെക്ഷനിൽ ഒരു ടൗണിൽ തന്നെ 2-3 ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ആദ്യ കാലഘട്ടങ്ങളില് ഒരു ഹോസ്പിറ്റലായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെ? അധികം ഫെസിലിറ്റീസുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 1960 ആയപ്പോഴൊക്കെയാണ് കുറച്ചും കൂടി ഹോസ്പിറ്റലുകളും മറ്റും ഡെവലപ്പ് ആവാൻ തുടങ്ങിയതും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ പുതുതായിട്ടൊക്കെ വന്നു തുടങ്ങിയത്. ഓക്കെ, അത്രയും ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കാം. This led to substitution of the idea of quantity of life by a more patient-centric concept of quality of life. അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു 1960 ആദ്യകാലങ്ങളിലാണ് 1960-ലാണ് ഇങ്ങനെ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു ആശയം നിലനിന്നത്. ദെൻ അതിൽ ആ ഒരു ടൈമില് ആദ്യം നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിന്റെ അളവ് എന്നൊരു ആശയത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഫസ്റ്റ് ടൈമില്. ദെൻ മോർ പേഷ്യന്റ് സെൻട്രിക് കൺസെപ്റ്റ്, കുറച്ചും കൂടി പേഷ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ആയപ്പോൾ, അതായത് 1970, 80-ലൊക്കെ ആയപ്പോഴേക്കും കുറച്ചും കൂടി പേഷ്യന്റ് സെൻട്രിക് ആയ ഹോസ്പിറ്റലുകൾ, അല്ലെ? പേഷ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ആ ഒരു ടൈമിൽ ഈ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നുള്ള ഒരു ആശയം മാറ്റി ക്വാളിറ്റി ഓഫ് ലൈഫ് ആക്കി. ആദ്യം ക്വാണ്ടിറ്റി ആയിരുന്നു, ജീവിതത്തിന്റെ നിലവാരം എന്നുള്ള ഒരു ആശയമായിരുന്നു. പിന്നീട് പേഷ്യൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തു വരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നുള്ളത് മാറ്റി നമ്മൾ എന്ത് ചെയ്തു? ക്വാളിറ്റി ഓഫ് ലൈഫ് ആക്കി. ജീവിതത്തിന്റെ നിലവാരം എന്നൊരു ആശയം, ജീവിതത്തിന്റെ അളവായിരുന്നു ആദ്യം ക്വാണ്ടിറ്റി ഓഫ് ലൈഫ്, ദെൻ ക്വാളിറ്റി ഓഫ് ലൈഫ് ആക്കി. അതായത് ജീവിതത്തിന്റെ നിലവാരം എന്നൊരു ആശയത്തിലോട്ട് അതിനെ കൊണ്ടുവന്നു. ജസ്റ്റ് പറയുന്നത് ഇങ്ങനെയിരുന്നത്, ആദ്യം ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നൊരു ആശയം വരുന്നു, പിന്നീട് കുറച്ചും കൂടി ഹോസ്പിറ്റലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, പേഷ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തപ്പോൾ നമ്മൾ ജീവിതത്തിന്റെ ഗുണനിലവാരം എന്നുള്ള ഒരു ആശയത്തിലോട്ട് വന്നു. Then patient satisfaction incorporates the patient perceived requirements, his expectation from the health system and experience of healthcare. This multi-dimensional concept consists of both medical and non-medical aspect of healthcare. അല്ലേ? അപ്പോ patient satisfaction എന്ന് പറഞ്ഞാൽ the patient's perceived requirements, രോഗിയുടെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ അവന്റെ ആവശ്യകതയെ ഉൾക്കൊള്ളുന്നു, അല്ലെ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുന്നുണ്ടെങ്കിൽ മാത്രമാണ്. നമ്മളുടെ ആവശ്യങ്ങൾ എന്താണോ അത് നിറവേറിയാൽ മാത്രമാണ് നമ്മൾ സംതൃപ്തരാകുന്നത്, അല്ലെ? അതാണ് അവിടെ പറയുന്നത്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അവന്റെ ആവശ്യങ്ങൾ നിറവേറുന്നു എന്നതിലാണ് ഒരു രോഗി സംതൃപ്തിയാണ് എന്ന് പറയുന്നത്. Then his expectation from health system and experience of healthcare, അവന്റെ പ്രതീക്ഷകൾ, അല്ലെ? നമ്മളൊരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പൊ നമ്മളുടെ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? നമ്മളുടെ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ, നമ്മൾക്ക് പോയി ഡോക്ടറെ കണ്ട് നമ്മൾ ഭേദമാകും എന്നായിരിക്കില്ലേ നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ? ആണോ? അല്ലെങ്കിൽ ചുമ്മാ പോണേണോ ഹോസ്പിറ്റലില്? നമുക്ക് പോകുമ്പോ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലേ? നമ്മൾ ചിലപ്പോ തീരെ ആവശ്യമായിട്ടുള്ളൊരു
അവസ്ഥയിലായിരിക്കാം ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോ തിരിച്ചു വരുന്നത് നമ്മള് ബെറ്റർ ആയിട്ടായിരിക്കണം എന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും പെട്ടെന്ന് മാറണം അല്ലെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ ഹിസ് എക്സ്പെക്ടേഷൻ ഫ്രം ഹെൽത്ത് സിസ്റ്റം അല്ലെ ആരോഗ്യ സംവിധാനത്തിൽ നിന്നും അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നുമുള്ള അവന്റെ പ്രതീക്ഷകളാണ് അവന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ എക്സ്പീരിയൻസ് ഓഫ് ഹെൽത്ത് കെയർ അവന്റെ അനുഭവം അല്ലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള നമ്മുടെ അനുഭവമാണ് നമ്മളെ സംതൃപ്തരാക്കുന്നത്. This multi-dimensional concept consists of both medical and non-medical aspects. ഇങ്ങനെയുള്ള മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് അതായത് ഒന്നിലധികം വശങ്ങൾ അത് നോൺ മെഡിക്കൽ ആകാം മെഡിക്കൽ ആസ്പെക്ട്സുകൾ എല്ലാത്തിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ചികിത്സ വേണം. നോൺ മെഡിക്കൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ അത് ഉൾപ്പെടാം? ഹോസ്പിറ്റലിൽ നല്ലൊരു ക്ലീൻനെസ് ആയിരിക്കണം, ഒരു വൃത്തിയുള്ളതായിരിക്കണം, സാനിറ്റേഷൻ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം അല്ലെ അതുപോലെ തന്നെ ഫുഡ് മീൻസ് ക്യാബിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോ ഇങ്ങനെയുള്ള മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു രോഗി സംതൃപ്തിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറുന്നുണ്ടോ എന്നതിനനുസരിച്ചിട്ടാണ് ഒരു പേഷ്യന്റ് നമ്മളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കാം. നമ്മൾക്ക് ഇതൊക്കെ ലഭിച്ചാലേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറയൂ. അല്ല ട്രീറ്റ്മെന്റ്സ് ഒന്നുമില്ല, ഒരു ഫെസിലിറ്റികളില്ല, സ്റ്റാഫുകൾ കുറവ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാറുണ്ടോ? പറയൂ സാറ്റിസ്ഫൈഡ് ആണെന്ന്. നമ്മൾ ഒരിക്കലും പറയില്ല അല്ലെ. നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറണം, നമ്മളുടെ അനുഭവം, നമ്മളുടെ പ്രതീക്ഷകള് അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം, എങ്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയും. ഓക്കെ, ഇതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. നമ്മൾക്ക് അനുഭവമുള്ള കാര്യങ്ങള് നമ്മളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാ പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾ. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കുക. ഇത് ഇൻട്രൊഡക്ഷൻ ഒരു പേജിൽ ഫുൾ ആയിട്ട് ഈ ഒരു സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് തന്നെയാ പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് ആ സെക്ഷൻ ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പെട്ടെന്ന് വായിക്കുക കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുക. ഡോക്ടർ മീൻസ് ഇത് ക്ലിയർ ആയില്ല കേട്ടോ, കമന്റ് ചെയ്തത്. ഓക്കെ, വായിച്ചോ ഫസ്റ്റ് പാരഗ്രാഫ്? ഓക്കെ, ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ കേട്ടിരിക്കുക കേട്ടോ. അത് കൂടുതലും പോയിന്റ് വൈസ് അല്ലല്ലോ, ഒരേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു സ്റ്റോറി പറഞ്ഞു വരുമ്പോൾ അല്ലെ, അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ ഓരോ സെന്റൻസ് വായിച്ച് അതിന്റെ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്താണോ അതിനുള്ളിൽ ഉൾപ്പെട്ടിരിക്കുന്ന കൺസെപ്റ്റ് അത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. Patient satisfaction is a measure of the extent to which a patient is satisfied with the health care which they got from their health care provider. അല്ലെ, അതായത് രോഗിയുടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, രോഗിയുടെ സംതൃപ്തി എന്നാൽ ഒരു രോഗിക്ക് ഹെൽത്ത് കെയറിൽ നിന്നും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്നും ലഭിച്ച, അതായത് ഹോസ്പിറ്റലിൽ നിന്നും, ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ ഡോക്ടർ ആകാം, നഴ്സസ് ആവാം, മറ്റ് സ്റ്റാഫുകളാകാം അല്ലെ. അപ്പൊ അവരിൽ നിന്നും അവരുടെ കെയറിൽ നിന്നും എത്രത്തോളം അവരിൽ നിന്നും ലഭിച്ച കെയർ എത്രത്തോളം സംതൃപ്തനാണെന്നാണ് എന്നതാണ് നമ്മൾ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഡോക്ടേഴ്സ് ആവാം, നഴ്സസ് ആകാം അല്ലെ, അവരിൽ നിന്നും ലഭിച്ച കെയറുകൾ, അതാണ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. എത്രത്തോളം നല്ല കെയർ ആണ് ലഭിച്ചത്. സോ നല്ല കെയർ ആണെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ, അതാണ് പറയുന്നത്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്നും ലഭിച്ച അനുഭവങ്ങളാണ് പേഷ്യന്റിനെ സംതൃപ്തനാക്കുന്നത്. The patient satisfaction is concerned with how patient access the quality of their healthcare experience. അല്ലെ, രോഗിയുടെ സംതൃപ്തി എന്ന് പറയുന്നത്
അവന്റെ ആരോഗ്യ പരിചരണത്തിലുള്ള അല്ലെ ഹെൽത്ത് കെയറിലുള്ള അനുഭവത്തിന്റെ ഗുണനിലവാരമാണ്. അതായത് ഒരു പേഷ്യന്റ് അഡ്മിറ്റഡ് ആയി കഴിയുമ്പോൾ ഒരു 5 ദിവസം അവിടെ അഡ്മിറ്റഡ് ആയി, അപ്പോഴല്ലേ അവരവരുടെ എക്സ്പീരിയൻസ് ഉണ്ടാകുള്ളൂ. എങ്ങനെയാണ് ആ 5 ദിവസത്തെ എക്സ്പീരിയൻസ് ആ പേഷ്യന്റിന് കിട്ടും. 5 ദിവസം നല്ലൊരു കെയർ കിട്ടിയിട്ടുണ്ടോ, ഫെസിലിറ്റികൾ ഉണ്ടോ, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടോ, മീൻസ് അവന്റെ അനുഭവങ്ങളാണത് അല്ലെ. ഗുണനിലവാരമുള്ള അനുഭവങ്ങളാണ് അവരെ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. It is increasingly being evaluated in surveys of healthcare settings as the maker of quality care, together with other dimensions of quality like access, relevance to requirements, effectiveness and efficiency. അല്ലെ, അതായത് പരിചരണത്തിന്റെ നിർമ്മാതാവ്, അതായത് ഹോസ്പിറ്റലുകൾ, ഹെൽത്ത് കെയർ സെറ്റിംഗ്സില് അവരുടെ സേവനങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത്. നമുക്ക് ഹോസ്പിറ്റലിൽ നൽകുന്ന സേവനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ അതിനെല്ലാം നോക്കിയിട്ട് അതിന്റെ ബേസിലാണ് ഒരു പേഷ്യന്റ് സംതൃപ്തി ഉണ്ടോ അല്ലെങ്കിൽ സംതൃപ്തി ഇല്ലേ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. Then together with other dimension, അതുപോലെ ഗുണനിലവാരത്തിന്റെ മറ്റ് അളവുകൾക്കൊപ്പം അതർ ഡയമെൻഷൻ വെച്ചാൽ മറ്റു കാര്യങ്ങൾ, അതായത് ഡോക്ടേഴ്സിന്റെയും സേവനങ്ങളും അതിന് പുറമെ എന്ത് വേണം, റിലവൻസ് ടു റിക്വയർമെന്റ്സ്, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും നൽകുക. അത് ഇഫക്റ്റീവ്നെസ് ആക്കുകയും വേണം, എഫിഷ്യൻസി ആക്കുകയും വേണം. കാര്യക്ഷമമായിട്ടും കൃത്യമായിട്ടും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു കെയർ ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും പറയുന്നത് എന്താണ്, ഹോസ്പിറ്റല് നല്ലൊരു കെയറുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ച് നിങ്ങൾ പെട്ടെന്ന് വായിക്കാം കേട്ടോ. ഓരോ പാരഗ്രാഫ് നമുക്ക് വായിച്ചിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ഒരുപാട് പറഞ്ഞാൽ ചിലപ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ടാണ് സ്ലോ ചെയ്ത് പറഞ്ഞു പോകുന്നത് കേട്ടോ. രണ്ടാമത്തെ പാരഗ്രാഫ് ആണ് വായിക്കുക. ഓക്കെ, വായിച്ചല്ലോ സെക്കൻഡ് പാരഗ്രാഫ്. ഓക്കെ, മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. എല്ലാ പാരഗ്രാഫിലും എന്താണ് രോഗിയുടെ സംതൃപ്തി എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് നോക്കാം. Patient satisfaction is a vital metric to scale overall healthcare quality. Overall healthcare quality, ഒരു ആരോഗ്യ സംരക്ഷണ നിലവാരം അളക്കുന്നതിനുള്ള ടോട്ടൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ആരോഗ്യ നിലവാരം, അവരുടെ കെയർ അളക്കുന്നതിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് വൈറ്റൽ മെട്രിക് എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അളവാണ്, ഒരു അളവുകോൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അളവുകോലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി, ആ ഒരു ഹെൽത്ത് കെയർ, ആ ഒരു ഹോസ്പിറ്റലിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് അല്ലെങ്കിൽ ഒരു അളവുകോലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. With the help of patient satisfaction surveys, patient satisfaction surveys-ലൂടെ continuous measuring of patient satisfaction and enhancing patient experience can be achieved. It is a valuable tool to catch patient feedback without much effort. അല്ലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കാനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി എത്രത്തോളം ഗുണനിലവാരമുണ്ട് നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ.
അല്ലെ പേഷ്യൻസുകളുമായിട്ട് നമുക്ക് സർവേ നടത്താം അല്ലെ. അതായത് അതിലൂടെ നമുക്ക് പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് അറിയാൻ പറ്റും, എവിടെയാണ് പോരായ്മ. ഇപ്പോ എക്സാമ്പിൾ പറയണമെങ്കിൽ നിങ്ങൾ ചെറിയ സ്കൂളിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ഫീഡ്ബാക്ക് എഴുതാൻ പറയും ഏതെങ്കിലും ടീച്ചേഴ്സിനെ കുറിച്ച് അല്ലെ. അപ്പൊ ചെറിയ എല്ലാവരും ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എഴുതാൻ പറയും. ആ ടീച്ചറിനെ കുറിച്ച് ഓരോരുത്തരുടെയും അഭിപ്രായം എഴുതാൻ പറയും, ടീച്ചറിന്റെ ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ടീച്ചറിനെ കുറിച്ചൊക്കെ അഭിപ്രായം എഴുതാൻ പറയും. ഫീഡ്ബാക്ക് എഴുതിയിട്ടുണ്ട് അങ്ങനെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഫീഡ്ബാക്ക് എഴുതിപ്പിക്കാറുണ്ട് ഇല്ലേ, എഴുതിപ്പിച്ചിട്ടില്ല? ഓക്കെ, അപ്പൊ നമ്മൾ ഫീഡ്ബാക്ക് എഴുതും. ഫീഡ്ബാക്ക് എഴുതുന്നത് എങ്ങനെയാണ്? അപ്പുറത്തിരിക്കുന്ന അടുത്തിരിക്കുന്ന ഫ്രണ്ട്സിനെ നോക്കിയിട്ടാണോ ഫീഡ്ബാക്ക് എഴുതുന്നത്? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഒരിക്കും അല്ലെ. ചിലപ്പോ ഒരു കുട്ടിക്ക് നല്ലൊരു അഭിപ്രായം ആയിരിക്കും, മറ്റേ കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്നായിരിക്കും അല്ലെ. അത് നമ്മളുടെ ഓൺ എക്സ്പീരിയൻസ് ആണ്, സ്വന്തം ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ എഴുതുന്നത്. സോ ആ ഫീഡ്ബാക്ക് നോക്കുമ്പോൾ ടീച്ചറിന് മനസ്സിലാകും എന്താണ് എന്റെ പോരായ്മ അല്ലെ. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഫീഡ്ബാക്ക് നോക്കും. അപ്പോ ചിലപ്പോ കുറെ പേര് ഒരേ കാര്യം തന്നെയായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്താണോ എന്റെ പോരായ്മ അല്ലെ, ഡെഫിഷ്യൻസി, അപര്യാപ്തത എന്താണോ ആ പോരായ്മനെ തിരുത്താൻ ശ്രമിക്കും, അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഇനി നമ്മളുടെ കാര്യത്തിലോട്ട് വരാം. ഹോസ്പിറ്റലില് പേഷ്യൻസിന് ഒരു സർവേ നടത്തുന്നു. അതായത് നമ്മൾ സാധാരണ പണ്ട് ഇതുപോലെ 10 വീട്ടിലൊക്കെ പോയിട്ട് സർവേകളൊക്കെ നടത്തില്ലേ, വീടുകളിലൊക്കെ പോയിട്ട്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലാലോ. ഇപ്പൊ ടെക്നോളജിക്കലി ആയതുകൊണ്ട് ലിങ്ക് അയച്ചു കൊടുക്കുക, ഫോണിലൂടെ തന്നെയാണ് നമ്മൾ സർവേകളൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിന് ഫീഡ്ബാക്ക് കൊടുക്കും, സർവേ ചെയ്യാൻ കൊടുക്കും. കുറച്ച് ക്വസ്റ്റിനെയർ ആണ്, ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ഹോസ്പിറ്റലിന്റെ ടോട്ടൽ ആയിട്ട് എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കും. എന്നിട്ട് അവരോട് ഈ സർവേ ആൻസർ ചെയ്തിട്ട് കൊടുക്കാൻ പറയും പേഷ്യൻസിനോട്. അപ്പോ എല്ലാ പേഷ്യൻസും ഒരുപോലെ ആയിരിക്കും ചെയ്യുന്നത് ആണോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യന് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് എന്താണ് ഫെസിലിറ്റീസ് ഇൻ ഹോസ്പിറ്റലുകളുടെ ഫെസിലിറ്റികൾ എങ്ങനെയാണ് എന്നൊരു ക്വസ്റ്റ്യൻ. എന്നിട്ട് നമ്മൾ ഇവിടെ ആൻസർ ഒന്നും എഴുതണ്ട, ജസ്റ്റ് ടിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോ എന്താണ് ഹൈലി സാറ്റിസ്ഫൈഡ്, ഗുഡ് അല്ലെങ്കിൽ ബാഡ്, ലാസ്റ്റ് ബാഡ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഏതാണോ ഫീൽ ചെയ്തിരിക്കുന്നത് നമ്മൾ അതിൽ മാത്രം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം, ടിക്ക് ചെയ്യാം. അതാണ് ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മോഡൽ നമുക്ക് വരുന്നുണ്ട് പഠിക്കാൻ, അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. അപ്പോ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, ഫെസിലിറ്റികൾ അത്യാവശ്യം നല്ല ഫെസിലിറ്റികൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഹൈലി സാറ്റിസ്ഫൈഡ് അവിടെ കൊണ്ട് ടിക്ക് ചെയ്യും. ഭയങ്കര മോശമാണെങ്കിലോ വെരി ബാഡ് കൊടുക്കും. അതുപോലെ സർവീസിനെ കുറിച്ച് ചോദിച്ചു, അപ്പോഴും നമ്മള് അത്യാവശ്യം കൊള്ളാമെങ്കിൽ ഗുഡ് എന്നുള്ളത് കൊടുക്കും അല്ലെ. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മള് പേഷ്യൻസ് ആൻസർ ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റും. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരാളോട് പോയി ചോദിച്ച സമയം കളയാൻ പറ്റുമോ? എത്ര ടൈം എടുക്കും അല്ലെ? ഇതാകുമ്പോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമല്ലേ. ഒരു പേപ്പർ അവർക്ക് കൊണ്ടേ കൊടുക്കുക, അവരുടെ ടൈം കിട്ടുന്നത് പോലെ എന്ത് ചെയ്യുക, അവര് ആ സർവേ അറ്റൻഡ് ചെയ്തിട്ട് അത് തിരിച്ചു കൊടുക്കുക അല്ലെ. അപ്പോ എന്താണ് പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് അതിലൂടെ അറിയാൻ പറ്റും. എവിടെയാണോ പോരായ്മ കണ്ടെത്താൻ പറ്റും. ചിലപ്പോൾ ഫെസിലിറ്റിയിലായിരിക്കാം, അല്ലെങ്കിൽ സർവീസസിലായിരിക്കാം. എവിടെയാണോ ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ പോരായ്മ എന്നുള്ളതിന്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലുകാർ അതിനുള്ള ഇംപ്രൂവ്മെന്റ്സുകൾ ചെയ്തു കൊടുക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് വായിക്കാം കേട്ടോ, നോക്കാം. With the help of patient satisfaction surveys, continuous measuring of patient satisfaction and enhancing patient experience can be achieved. It is a valuable tool to catch patient feedback without much effort. വലിയ എഫോർട്ട് ഒന്നും ഇല്ലാത്ത കാര്യമാണ് അല്ലെ. നമുക്ക് പേപ്പർ കൊടുക്കാം, അവർ ആൻസർ ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാം. ക്ലിയർ ആയോ ആ ഒരു സെന്റൻസ്? ഓക്കെ ആയോ? സർവേ പറയാൻ വേണ്ടിയാണ് ഞാൻ അത്രയും അങ്ങോട്ട് പറഞ്ഞു പോയത്. കാര്യം മനസ്സിലായോ എന്താണ് പറഞ്ഞത്? ഓക്കെ, നോക്കാം. Patient satisfaction was evaluated by a questionnaire developed with the patients, which is gathered information about. അപ്പൊ ഒരു ക്വസ്റ്റ്യനെയർ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നോക്കാം. സ്പെൻഡ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെ. അപ്പോയിന്റ്മെന്റ്സിൽ നമ്മൾ ചിലവഴിക്കുന്ന ടൈമുകൾ, അതായത് റിസപ്ഷനിലും മറ്റും എത്ര ടൈം നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. ദെൻ ട്രാവൽ കോസ്റ്റ്. ട്രാവൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ നമുക്ക് എത്ര ട്രാവൽ കോസ്റ്റുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ
ലബോറട്ടറി ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് വേറെ ലബോറട്ടറിയിൽ പോകേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ സ്കാനിങ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ അടുത്തേക്ക് മറ്റൊരു സ്കാനിങ് സെന്ററിലോട്ടൊക്കെ പോകേണ്ടതായിട്ടൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെയുള്ള ട്രാവൽ കോസ്റ്റുകൾ എത്ര വരുന്നു? ദെൻ പെർസെപ്ഷൻസ് ഓഫ് ക്വാളിറ്റി ഓഫ് സർവീസസ് എക്സെട്ര. ദെൻ സർവീസസുകൾ എങ്ങനെയാണ് അവിടുത്തെ ക്വാളിറ്റികൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അതായത് നല്ല ക്വാളിറ്റിയുള്ള സർവീസുകളാണോ, അവിടുത്തെ എക്യുപ്മെന്റുകൾ എങ്ങനെയാണ്, സാനിറ്റേഷൻ ഫെസിലിറ്റീസുകൾ, ഇതിനെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയറുകളാണ് പേഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്തൊക്കെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലും വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സേവനത്തിന്റെ ഗുണനിലവാരം, പെർസെപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഗുണനിലവാരങ്ങളില്ലേ, ഓരോന്നിനും എത്ര ക്വാളിറ്റി ഉണ്ട്, ഓരോ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ക്വാളിറ്റികൾ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. അപ്പൊ ആ പാരഗ്രാഫ് നോക്കിയാണല്ലോ സർവേനെ കുറിച്ചൊക്കെയാണ് കൂടുതലായിട്ട് പറയുന്നത്. നോക്കാം. Patient satisfaction surveys are vital way to scale how do a patient feel about their experience with your practice. അല്ലെ, അതായത് വിത്ത് യുവർ പ്രാക്ടീസ് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിന്റെ പ്രാക്ടീസ് അല്ലെ, പരിശീലനത്തിനുള്ള ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന അനുഭവങ്ങള് അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസിനെ കുറിച്ചിട്ടുള്ള പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ആണ് സർവേയിലൂടെ ലഭ്യമാകുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ നിന്നും അവർക്ക് ലഭിച്ച സേവനങ്ങൾ, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങളാണ് പേഷ്യന്റ് സർവേയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. Then satisfied patients are more probable to recommend your practice to others. അല്ലെ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസുകള് മറ്റു അവരുടെ റിലേറ്റീവ്സിനും ഫാമിലിക്കും എന്ത് ചെയ്യുന്നു? റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു അനുഭവമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറില്ലേ? കൊടുക്കോ? ഹോസ്പിറ്റലായിട്ടുള്ളതൊന്നുമില്ല, നിങ്ങളൊരു ഡ്രസ് എടുത്തു, നിങ്ങൾക്ക് നല്ലൊരു അത്യാവശ്യം കുറഞ്ഞ റേറ്റിന് ഒരു ഡ്രസ് കിട്ടി, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, ദെൻ കളറൊന്നും ഫെയ്ഡൊന്നും ആവില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ തന്നെ നമ്മൾ ഫ്രണ്ട്സിനോട് പറയും, ഇന്ന ഷോപ്പില് അവിടെ ഇത്ര ഡിസ്കൗണ്ട് ഉണ്ട്, ഞാൻ എടുത്തു, നല്ല ഡ്രസ്സാണ്, ഫെയ്ഡൊന്നും ആവുന്നില്ല, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു വീട് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ നമ്മള്? അതുപോലെ തന്നെയല്ലേ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു ഡോക്ടറാണ്, നിങ്ങളുടെ അസുഖം പൂർണ്ണമായും ഭേദമായി ഉദ്ദേശിച്ചത്ര ഫീസ് ഒന്നും വന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഫ്രണ്ട്സിനും മറ്റു ഫാമിലിക്കും പറഞ്ഞു കൊടുക്കില്ലേ, അവിടെ നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ, വലിയ കത്തിയൊന്നുമില്ല, അതിനും പൈസ ഒന്നുമില്ല, പ്രൈവറ്റ് ആണെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ ആദ്യം അല്ലെ, ഭയങ്കര എമൗണ്ട് ആണോ, എത്രയാണോ ഫീസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അത്യാവശ്യം നമ്മൾ സംതൃപ്തിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവർക്കും കൂടി അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ ടു recommended your practice to others and they are also less probable to file complaints. അല്ലെ, അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിന് കംപ്ലൈന്റ്സ് കുറവായിരിക്കും, വേറെ കംപ്ലൈന്റ്സ് വരില്ലല്ലോ. Patient satisfaction is considered as one of the most important parameter of quality. അല്ലെ, ഗുണനിലവാരങ്ങൾ പരിശോധിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ, ഒരു അളവുകോലാണ്, ഒരു അളവാണ് പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. Then the measurement of patient satisfaction is an important tool. അപ്പോൾ രോഗിയുടെ സംതൃപ്തി അളക്കുന്നത് എന്തിനൊക്കെ വേണ്ടി? റിസർച്ച് നടത്താനും അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്, ഇതിനെല്ലാം ഉപകരിക്കുന്നു. അതിനെ കൂടെ ഒരു ഹെൽപ്ഫുൾ ആണെന്ന് സാറ്റിസ്ഫാക്ഷൻ എടുക്കുന്നത്. സർവേ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത് റിസർച്ചുകൾ നടത്താനും അതുപോലെ ഭരണകാര്യങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷനും പ്ലാനിങ്സിനും ഉപകരിക്കുന്നു, അല്ലെങ്കിൽ അത് ഹെൽപ്ഫുൾ ആണെന്ന്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ പാരാഗ്രാഫ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. മെയിൻ ആയിട്ട് പറയുന്നത് രോഗിയുടെ സംതൃപ്തി എന്താണ്, അവന്റെ അനുഭവങ്ങളാണ് അവന്റെ സംതൃപ്തി, ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടേഴ്സിൽ നിന്നും നഴ്സുമാരിൽ നിന്നും ലഭിക്കുന്ന അവന്റെ അനുഭവങ്ങളാണ് അവന്റെ സംതൃപ്തിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ സംതൃപ്തി അളക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേകൾ അറേഞ്ച് ചെയ്യാം. സർവേകളിലെ ക്വസ്റ്റ്യനെയർ ഉൾപ്പെടുത്തി ഹോസ്പിറ്റലിലെ എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് ഓരോ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ ഫീഡ്ബാക്കിലൂടെ ഏത് മേഖലയിലാണോ പോരായ്മയുള്ളത് അതിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ ഹോസ്പിറ്റലിന് സാധിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് ഒരു പേജ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ടില്.
ക്ലിയർ ആണോ? ഇത് ഈ ഒരു രീതിയിൽ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ കൂടുതലും നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ചൊന്ന് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, ഒരുപാട് അത് വേറൊരു രീതിയിൽ നമുക്കത് മീൻസ് അങ്ങനെ കൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഇല്ല. ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ തന്നെ കേട്ടിരിക്കാന്നുള്ളൂ അല്ലെ? ഓക്കെ ആണോ? പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഉച്ച സമയമാണ്, സ്റ്റോറിയൊക്കെ കേട്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ ഉറക്കം വരാനൊക്കെ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. എങ്കിലും മാക്സിമം ഞാൻ ബോറടിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് വലിച്ചു നീട്ടി പറയാനില്ല, കാരണം ഭയങ്കര ബോറിംഗ് ആവില്ലെങ്കിൽ ഭയങ്കര സ്ലോയിൽ അത്യാവശ്യം ഒരു നോർമൽ നമ്മൾ പോകുന്ന ആ ഒരു സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. കുഴപ്പമില്ലല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ ആണോ? ഈ ഒരു സ്പീഡിൽ പോയാൽ പോരെ? നിങ്ങൾ റെസ്പോൺസ് ചെയ്യുന്നോണ്ട് ഞാൻ ചോദിക്കുന്നേനെ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയുന്നത്, നിങ്ങൾ റെസ്പോൺസ് ചെയ്യുന്നതിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ പറയാം. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ നമ്മള് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് ഇനി വീണ്ടും നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് തന്നെ ഓരോ പോയിന്റുകളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്തൊക്കെ പറയുന്നുണ്ട്. അപ്പൊ 5 പോയിന്റായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ഒന്നാമത്തെ കാര്യം നോക്കാം കേട്ടോ. ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ, അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തന്നെ. Client satisfaction is a deceive index for ascertaining the quality of services and the way in which they are given by medical staff. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഡിസീവ് ഇൻഡെക്സ് നിർണായകമായിട്ടുള്ള ഒരു സൂചകയാണെന്ന്. അതായത് എന്താണ് പറയുന്നത്? ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഒരു സൂചക എന്നൊക്കെ പറയും, സൂചിക അല്ലെ? ഇൻഡെക്സ് നോക്കാം. ഗുണമേന്മയുള്ള സേവനങ്ങൾ അല്ലെ, ഗുണമേന്മയുള്ള സർവീസുകൾ മെഡിക്കൽ സ്റ്റാഫുകൾ നൽകുന്ന ആ ഒരു ഗുണമേന്മയുള്ള സർവീസുകളെ സൂചിപ്പിക്കുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു സൂചികയാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് സംതൃപ്തി ലഭിക്കുന്നതെന്ന് നോക്കാം. Physicians, nurses, equipment, housekeeping, billing, and food service are the main determinants of overall satisfaction in hospitalized patients. അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആകുന്നത് ഈ പറയുന്ന കാര്യങ്ങളിലൂടെയാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഫിസിഷ്യൻസ്, നഴ്സ്, അതുപോലെ എക്യുപ്മെന്റ്സ്, ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചില്ലേ? ഹൗസ് കീപ്പിംഗ് സർവീസ്, ഓക്കെ, ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ് ആൻഡ് ഫുഡ് സർവീസസ്, ഇതിനെയെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? സെക്കൻഡ് വൺ, രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയണോ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഒരു പേഷ്യന്റിന്, ഒരു രോഗി ഹൗസ് കീപ്പിംഗ് പഠിച്ചോണോ? ഇനിയിപ്പോ അതിന്റെ ഡിസ്കഷൻ വേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളേ. നോക്കാം, ഫസ്റ്റ് പോയിന്റ് ഒന്നും കൂടി പറയാം കേട്ടോ. എടുത്തിട്ടില്ല? ഓക്കെ ഓക്കെ, എടുക്കാൻ വരുന്നുണ്ടാവുമല്ലോ ചാപ്റ്റർ. ഓക്കെ, നോക്കാം. ഗുണനിലവാരം, അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗി സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഗുണമേന്മയുള്ള സേവനങ്ങൾ അല്ലെ, അതായത് ഹോസ്പിറ്റലുകാരെ ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ മെഡിക്കൽ സ്റ്റാഫുകൾ നൽകുന്ന സേവനങ്ങളെ ആശ്രയിച്ചിട്ടാണെന്ന്. അതായത് മെഡിക്കൽ സ്റ്റാഫുകൾ നൽകുന്ന ഗുണമേന്മയുള്ള സേവനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി അത് ഏതെല്ലാം കാര്യങ്ങൾ ഉൾക്കൊണ്ടാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നത്? അതായത് ഫിസിഷ്യൻസിനെ നോക്കും, നല്ല ഡോക്ടേഴ്സ് ആണോ, നഴ്സസിന്റെ പെരുമാറ്റം, എക്യുപ്മെന്റ്സ്, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടോ, ഹൗസ് കീപ്പിംഗ് സർവീസുകള്, ബിൽഡിംഗ് എങ്ങനെയാണ്, സർവീസ്, ക്യാൻറ്റീനും മറ്റും ഫെസിലിറ്റികളൊക്കെ അവിടെ ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ ഡിറ്റർമിനൻസും നോക്കിക്കൊണ്ടാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഡോക്ടറിനെ മാത്രം നോക്കിയിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ പറ്റുമോ? ഫിസിഷ്യൻസിനെ മാത്രം നോക്കിയിട്ട് നമ്മൾ സംതൃപ്തിയാകോ?
നഴ്സസിന്റെ സേവനം വേണം അല്ലെ, എക്യുപ്മെന്റ്സ് വേണം, ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ ഉപകരണങ്ങളൊക്കെ വേണ്ടേ. ദെൻ ബില്ലിങ്ങും കാര്യങ്ങളും ഭയങ്കര ഹൈ റേഞ്ച് ബില്ലൊക്കെ ആണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമോ? ഇല്ല അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ വായിക്കണം കേട്ടോ, എങ്കിൽ അതൊന്ന് നമുക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അത് പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇന്ന് തന്നെ നിങ്ങളത് വായിക്കണം, എങ്കിൽ അതൊരു നമുക്ക് മനസ്സിലൊരു സഹായം കിട്ടുള്ളൂ. ഓക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വായിക്കാൻ എഴുതാൻ ചിലപ്പോ എല്ലാം തലേന്ന് പോയിട്ടുണ്ടാകും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കാം. The patient satisfaction is of predominant importance in ensuring better quality on the way to total quality management. പ്രീഡോമിനന്റ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? പ്രധാനമായും ഇമ്പോർട്ടന്റ് ആയ എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ അല്ലെ. മികച്ച ഒരു ക്വാളിറ്റി മാനേജ്മെന്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, അതായത് ആ ഹോസ്പിറ്റലിന്റെ മികച്ച ഒരു ഗുണനിലവാരം എന്താണ്, മികച്ചൊരു ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് രോഗിയുടെ സംതൃപ്തി പ്രധാനമാണെന്ന്, പ്രീഡോമിനന്റ് ആണെന്ന്. അതായത് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു ഗുണനിലവാരം മനസ്സിലാക്കണമെങ്കിൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സിൻസ് ദ പേഷ്യന്റ് അല്ലെങ്കിൽ കസ്റ്റമർ ഈസ് the one who decide the quality, who receive the goods and services, who persuades the other to accept it, who decides your market strategies, who provide correct feedback about the performances of the hospital, and makes the success the program of total quality management. എന്തെങ്കിലും മനസ്സിലായോ? സിമ്പിൾ ആണ് കേട്ടോ. ഇവിടെ നോക്കാം. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രീഡോമിനന്റ് ആണെന്ന്, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ടു എൻഷുറിംഗ് ബെറ്റർ ക്വാളിറ്റി, അതായത് ഹോസ്പിറ്റലിന്റെ ബെറ്റർ ക്വാളിറ്റി, ഗുണനിലവാരം ഉറപ്പാക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രോഗിയുടെ സംതൃപ്തി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? സിൻസ് ദ പേഷ്യന്റ്, സിൻസ് എന്ന് വെച്ചാൽ കാരണം, അതിനാൽ എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. സിൻസ് ദ പേഷ്യന്റ് വൺ ഹു ഡിസൈഡ് ദ ക്വാളിറ്റി അല്ലെ, പേഷ്യന്റ് ആണ് ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഹു എന്ന് വെച്ചാൽ അവൻ, പേഷ്യന്റ് ആണ് ക്വാളിറ്റി ഗുണമേന്മ തീരുമാനിക്കുന്നു. നല്ല ക്വാളിറ്റി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പേഷ്യന്റ് ആണ്. ഹു ഡിസൈഡ് ദ ക്വാളിറ്റി, ഹു എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റിനെയാണ്. ഹു ഡിസൈഡ്സ് ദ ക്വാളിറ്റി അല്ലെ, ഗുണമേന്മയുള്ളതാണോ എന്ന് അവൻ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ ഗുഡ്സും സർവീസസുകളും സ്വീകരിക്കുന്നത് പേഷ്യന്റ് ആണ്. ഹു റിസീവ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഹു പെർസ്യൂസ് ദ അതർ, പെർസ്യൂഡ് ചെയ്യാന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക, മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിന് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. സോ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത് പേഷ്യന്റ് ആണ്. ഹു ഡിസൈഡ്സ് യുവർ മാർക്കറ്റ് സ്ട്രാറ്റജീസ്, മാർക്കറ്റ് തന്ത്രങ്ങളെ കൊണ്ടുവരുന്നത് പേഷ്യന്റ് ആണ്. Who provide correct feedback about performance of the hospital, ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഫീഡ്ബാക്ക് നൽകുന്നത് പേഷ്യന്റ് ആണ്. And makes success of the program of total quality management, കൂടാതെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ പരിപാടികൾ വിജയിപ്പിക്കുന്നതും ആരാണ്? പേഷ്യന്റ് ആണ്. അതിനാൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ക്വാളിറ്റി മാനേജ്മെന്റിനെ വിലയിരുത്താനും അത് ഉറപ്പുവരുത്താനും പേഷ്യന്റിന്റെ ഒരു സംതൃപ്തി സഹായിക്കുന്നു. എന്തുകൊണ്ടാണ് സഹായിക്കുന്നത്? എല്ലാം തീരുമാനിക്കുന്നത് പേഷ്യന്റ് ആണ് അല്ലെ. സർവീസുകൾ ഏറ്റുവാങ്ങുന്നത് പേഷ്യന്റ് ആണ്, ക്വാളിറ്റി തീരുമാനിക്കുന്നത് പേഷ്യന്റ് ആണ്, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, അടുത്ത പ്രോഗ്രാമിനെ വിജയിപ്പിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഈ ഹൂ എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് ആണ്. എല്ലാത്തിനുള്ള മെയിൻ റോൾ അവിടെ ആർക്കാണ്? ഹോസ്പിറ്റലില് ഡോക്ടറിനോ നഴ്സിനോ ആണോ? നഴ്സിനാണോ മെയിൻ റോള് ഹോസ്പിറ്റലില്? ആർക്കാണ് റോള്? പബ്ലിക് റിലേഷൻ പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതാണോ? പബ്ലിക് റിലേഷൻ പഠിച്ചിട്ടില്ലേ? നമ്മൾ പഠിച്ചില്ലേ? അതിനകത്ത് പറയണ എന്താണ് കൂടുതലും? പബ്ലിക്കിനാണ് അവിടെ റോള് അല്ലെ. പബ്ലിക് എന്ന് വെച്ചാൽ പേഷ്യൻസിനാണ് അവിടെ റോൾ ഉള്ളത് അല്ലെ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് പേഷ്യൻസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ക്വാളിറ്റി. ഗുഡ്സ് ആൻഡ് സർവീസ് റിസീവ് ചെയ്യുന്നു, മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യുന്നു അല്ലെ, മാർക്കറ്റ് തന്ത്രങ്ങൾ കൊണ്ടുവരുന്നു, ഇതെല്ലാം പേഷ്യന്റ് ആണ്. ആദ്യത്തെ 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വായിക്കാം കേട്ടോ. ഫസ്റ്റ് 2 പോയിന്റ് വായിക്കാം.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഫസ്റ്റ് 2 പാരഗ്രാഫ്, 2 പോയിന്റ്സുകൾ. ഓക്കെ, ഇനി 3ാമത്തെ പോയിന്റ് നോക്കാം. Patient satisfaction are a sign of how the patient has recognized the other qualitative aspects of care and can be used as a substitute measure of those aspects. എന്താണ് പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈനാണ്, മീൻസ് ഒരു അടയാളം. പരിചരണത്തിന്റെ മറ്റു ഗുണപരമായിട്ടുള്ള വശങ്ങൾ, അതായത് ഹോസ്പിറ്റലിൽ നമുക്ക് നൽകുന്ന ക്വാളിറ്റി ആയിട്ടുള്ള കെയറുകൾ അല്ലെ, ആ ക്വാളിറ്റി ആയിട്ടുള്ള കെയറുകൾ രോഗി എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിന്റെ ഒരു അടയാളമാണ് രോഗിയുടെ സംതൃപ്തി. ഓക്കെ, അതായത് ഹോസ്പിറ്റലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളെ നമ്മൾ എത്രത്തോളം അതിനെ തിരിച്ചറിഞ്ഞു, അതായത് നമ്മൾ എത്രത്തോളം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന്, അതിന്റെ ഒരു അടയാളമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, രോഗിയുടെ സംതൃപ്തി. നമുക്ക് കിട്ടിയ സേവനങ്ങളിൽ നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നതിന്റെ അടയാളമാണ് രോഗിയുടെ സംതൃപ്തി. ഓക്കെ, ചെറിയൊരു പോയിന്റ് ആണ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണത് അല്ലെ. 4ാമത് നോക്കാം. Patient satisfaction is a requirement for attaining the goals of healthcare since it influences the patient's decisions to follow prescribed treatments and seek professional healthcare in future. അല്ലെ, അതായത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് രോഗിയുടെ സംതൃപ്തി ആവശ്യമാണ്. ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാന എയിം, അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിയുടെ സംതൃപ്തിയാണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് അവരുടെ ലക്ഷ്യം എന്താണ്? രോഗി സംതൃപ്തി ഉണ്ടാവണം, വരുന്ന രോഗി സംതൃപ്തി ഉണ്ടാകണം, വരുന്ന രോഗിക്ക് സാറ്റിസ്ഫൈഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകണം. Then it influence since കാരണം it influence the patient's decisions to follow prescribed treatment as seek professional health care in future. എന്തുകൊണ്ടാണ് ഇത് നിർദ്ദിഷ്ടമായിട്ടുള്ള, അതായത് രോഗി ട്രീറ്റ്മെന്റ്സ് പിന്തുടരാനും ഭാവിയിൽ വീണ്ടും ആ ഹോസ്പിറ്റലിനെ ചൂസ് ചെയ്യണമെങ്കിൽ രോഗി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അല്ലെ, അപ്പോ അവിടുത്തെ ഡോക്ടറിന്റെ സേവനങ്ങൾ നമ്മൾ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. സേവനങ്ങളായാലും ഫെസിലിറ്റികളായാലും നമ്മുടെ അസുഖം പൂർണ്ണമായി ഭേദമായി, ദെൻ എന്താണ് എല്ലാം കൊണ്ടും ഫീസ് ബില്ലും കാര്യങ്ങളും എല്ലാം കൊണ്ട് നമ്മൾ മൊത്തത്തിൽ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് നമ്മൾ അവിടെ തന്നെ വീണ്ടും തുടരും ഇല്ലേ? തുടരുമോ നിങ്ങള്? അവിടെ തന്നെ ആയിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ അത് മീൻസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭാവിയില് വീണ്ടും നമുക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ സെയിം ആ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യും ഇല്ലേ? അങ്ങനെയാണോ? ഒരു കോമൺ ആയിട്ട് പറയണെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ നോക്കാറ്, ഓട്ടോമാറ്റിക്കലി അങ്ങനെ പോകുള്ളൂ. നമുക്ക് അത്യാവശ്യം നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളും, നമ്മൾക്ക് ഒരു പ്രാവശ്യം പോയി ആ ഡോക്ടറെ കണ്ടു, നമ്മൾക്ക് നല്ലൊരു റിസൾട്ട് ആണെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഫ്യൂച്ചറിൽ എന്തെങ്കിലും അസുഖം വരുമ്പോഴും വീണ്ടും നമ്മൾ ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകാറ്. ആണോ? പോകില്ലേ? നിങ്ങൾ പോകാറുണ്ടോ അങ്ങനെ? നിങ്ങൾക്ക് ഒരു കൊടുത്തുനിന്ന് നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ അവിടെ തന്നെ വീണ്ടും പോകും അല്ലേ? ഓക്കെ, ആ ഒരു കാര്യമാണ് പറയുന്നത്. Patient can
ഡോക്ടർ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ വീടുകളിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പൊ കുഞ്ഞുങ്ങളെ കാണിക്കണമെങ്കിലൊക്കെ ഒരു പ്രാവശ്യം നിങ്ങൾ അവിടെ പോയാൽ നമ്മൾ വീണ്ടും സ്ഥിരമായിട്ട് ആ ഒരു ഡോക്ടറെ തന്നെ പോയി കാണിക്കുള്ളൂ. എന്തുകൊണ്ടാണ്? നമുക്ക് അവിടെ പോയാലേ ഒരു സംതൃപ്തി കിട്ടുള്ളൂ എന്ന് പറയും ഇല്ലേ? നമ്മളെപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണത് അല്ലെ? ഒരു ടൈം വരുന്നത് എനിക്ക് സംതൃപ്തി വരണമെങ്കിൽ അവിടെ തന്നെ പോണം അല്ലെ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? നമ്മളുടേതായ ഭാഷയിൽ നമ്മൾ ഇപ്പോഴും അങ്ങനെ പറയും. നോക്കാം. Then patients can evaluate the quality of care they pay attention to all components of care. Right? Patients can evaluate the patients the quality of care അവർക്ക് തന്നെ സ്വന്തമായിട്ട് evaluate ചെയ്യാൻ പറ്റുന്നു, മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ the science of medicine, the art of care, the amenities of care. ഇതിലൂടെയൊക്കെ സയൻസ് ഓഫ് മെഡിസിൻ, അതായത് മെഡിസിൻസും കാര്യങ്ങളിലൂടെ മരുന്നുകളിലൂടെ അല്ലെ നമുക്ക് മെഡിസിൻസ് ഒക്കെ കഴിച്ച് നമ്മൾ ഭേദപ്പെടുമ്പോൾ നമ്മുടെ അസുഖം മാറുമ്പോൾ ആർട്ട് ഓഫ് കെയർ. ആർട്ട് ഓഫ് കെയർ എന്ന് വെച്ചാല് ഈ പരിചരണം എന്ന് പറഞ്ഞാൽ ഒരു കലയാണ് അല്ലെ? നമുക്ക് പരിചരിക്കുക, നമ്മളെ ഡോക്ടറും അല്ലെങ്കിൽ നഴ്സുമാര് നമ്മളെ പരിചരിക്കുന്നത് ഒരു കലയാണെന്ന് തന്നെ പറയാം. എല്ലാവരും ആ കല വെച്ചാണ് പരിചരിക്കണമെന്ന് പറയാൻ പറ്റില്ല അല്ലെ? ചില നഴ്സുമാരൊക്കെ ഇച്ചിരി റൂഡായിട്ടുള്ളവരൊക്കെ ഉണ്ടാകും, ചിലവര് നല്ലൊരു കെയർ. നമ്മൾ തന്നെ ഭയങ്കര ഹാപ്പി ഒരു ഇതല്ലേ അങ്ങനെ നമ്മളോടുള്ള പരിചരണം. ചില ഹോസ്പിറ്റലിൽ ചിലങ്ങളെ നല്ല കെയറിംഗ് ഒക്കെയാണ് നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ അതാണ് ആർട്ട് ഓഫ് കെയർ എന്ന് പറയുന്നത്. ആൻഡ് അമെന്റീസ് ഓഫ് കെയർ. എന്താണ് അമെന്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? അമെന്റീസ് മീൻസ് ഫെസിലിറ്റീസ്. എഴുതി വെക്കുക, അറിയില്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ്. ഇപ്പൊ നല്ല ഫെസിലിറ്റീസുകൾ ഇവയെല്ലാം ആശ്രയിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്, ഗുണനിലവാരം നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നാലാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നാലാമത്തെ പോയിന്റ് വായിക്കുക, അർത്ഥം മനസ്സിലാക്കി വായിക്കണം കേട്ടോ നിങ്ങള്. അമെന്റീസ് എന്ന് വെച്ചാൽ ഫെസിലിറ്റീസ്, സൗകര്യങ്ങളൊക്കെ ഇല്ലേ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റികൾ. ചില ടേമുകളെ നമുക്കറിയാവുന്ന വേർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മലയാളത്തിൽ തന്നെ എഴുതി വെക്കാം കേട്ടോ. ഒരു വേർഡ് തന്നെ നമുക്ക് പല രീതിയിൽ പറയാം. കണ്ടിട്ടുള്ള ഫെസിലിറ്റികള്, അതുപോലെ തന്നെ അതിനെ തന്നെയാണ് നമ്മളിവിടെ അമെന്റീസ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ചെയ്തോ നാലാമത്തെ പോയിന്റ്? ഓക്കെ, ലാസ്റ്റ് വൺ, അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യനെയർ ആസ്ക്ഡ് ദ റെസ്പോണ്ടൻസ് ജനറൽ ക്വസ്റ്റ്യൻസ് ഇൻ കണക്ഷൻ വിത്ത്. അതായത് നമ്മൾ സർവേ നടത്തുമ്പോൾ അതിലെ ക്വസ്റ്റ്യനെയറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നതെന്ന് നോക്കാം. കണക്ഷൻ വിത്ത് റിസപ്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ ക്ലീൻലിനെസ്, then signage, hospital food, etc. അപ്പോ റിസപ്ഷൻ തുടങ്ങിയ അഡ്മിനിസ്ട്രേഷനും അതുപോലെ ക്ലീൻലിനെസ്, then സൈനേജുകള്, ഹോസ്പിറ്റൽ ഫുഡ് ആൻഡ് ഫെസിലിറ്റികള്, ഇവയെല്ലാം ആശ്രയിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യനെയറിൽ നൽകുന്നത്. Patient satisfaction survey is important from the view of improvement of quality services and to achieve the maximum satisfaction of in patients. എന്താണ് പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവനങ്ങളുടെ സർവീസസിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരം ഫീഡ്ബാക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ എന്താണ് കിടപ്പ് രോഗികളുമായിട്ട്, അതായത് അഡ്മിറ്റഡ് ആയിട്ടുള്ള രോഗികളുമായിട്ട് അവരുടെ പരമാവധി സംതൃപ്തി കൈവരിക്കുന്നതിനും പ്രാധാന്യമാണെന്ന്. അതായത് നമ്മൾ കുറച്ച് ദിവസം കിടന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളൊക്കെ മെഡിസിൻ ഡോക്ടറെ കണ്ടു പോകുമ്പോൾ നമുക്ക് അത്രത്തോളം അറിയാൻ പറ്റില്ല അല്ലെ. അല്ലാതെ പേഷ്യൻസ് അവിടെ ഒരു 1 വീക്ക് അഡ്മിറ്റ് ആയി കഴിയുമ്പോഴാണ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ അറിയുന്നത്. കാരണം ഫെസിലിറ്റികളൊക്കെ അവർക്ക് ഉണ്ടോ, ഇതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ നഴ്സസിൽ നിന്നും നഴ്സുമാരിൽ നിന്നും നല്ല പരിശീലനം ഒക്കെയാണോ ലഭിക്കുന്നത് എന്നൊക്കെ നമുക്ക് കിടന്നു കഴിയുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. അതാണ് അവർ പറഞ്ഞത് ഈ പേഷ്യൻസ് പരമാവധി കിടപ്പ് രോഗികളുമായിട്ട് സംതൃപ്തി കൈവരിക്കുന്നതിനും പ്രധാനമാണെന്ന്. ഓക്കെ, സർവേ നടത്തുന്നത് കൂടുതലും അഡ്മിറ്റഡ് ആയി കിടക്കുന്ന പേഷ്യൻസുകൾക്കാണ് സർവേ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നൽകുന്നത്. ഓക്കെ, പെട്ടെന്ന് വായിച്ചു നോക്കാം. 5ാമത്തെ പോയിന്റ് വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച 5 പോയിന്റ്. ഓക്കെ, അപ്പോ നമ്മള് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇന്നെടുത്തത്. അപ്പോ അതില് എന്താണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, ദെൻ എങ്ങനെയെല്ലാം അതായത് സർവേകളിലൂടെയൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റും എന്നുള്ള കാര്യമൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ദെൻ വീണ്ടും നമ്മള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു 5 പോയിന്റ് ആക്കിയാണ് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതും. പിന്നെ നമ്മൾ നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നത് അല്ലെ. നിങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ പോകുന്നവരാണ് അല്ലെ. അപ്പൊ നമ്മളുടെ അനുഭവത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു പോകുന്നത്. ഇനി അടുത്തതായിട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്, അതിന്റെ ലക്ഷ്യങ്ങളാണ്. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ എടുക്കുക. എന്നിട്ട് ഇത്രയും പോലെ ഇത്രയും തന്നെ ധാരാളം ആയിരിക്കും അല്ലെ. ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചത് ഏതാണ്? ചാപ്റ്റർ ആണോ? ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് അല്ലേ, അതൊന്നും നിങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കേണ്ട ഒരു ഏരിയകളാണ് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ഫ്ലോ ചാർട്ടുകളും കാര്യങ്ങളൊക്കെ ഒത്തിരി വരുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് അതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്ന ഏരിയകളാണ്. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് വളരെ കുറവാണ്. ഇങ്ങനെ വായിച്ച് മീൻസ് നമ്മൾ തന്നെ സ്വയം കുറച്ച് എന്താ പറയാ ഫോട്ടോ എടുത്ത് വായിക്കേണ്ട ഒരു ഏരിയയാണ്. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഫ്ലോ ചാർട്ടുകൾ വന്നിട്ടുണ്ട് അധികം. അപ്പോ അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് ഇതില് ഫ്ലോ ചാർട്ടുകൾ. ഓക്കെ, ബാക്കി ഇങ്ങനെ വലിയ വലിയ പാരഗ്രാഫുകൾ ആരും പേടിക്കൊന്നും വേണ്ട. എന്താണെന്നുള്ളതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വായിച്ചാൽ മതി. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ലാസ്റ്റ് സെക്ഷനിലൊക്കെ ആവുമ്പോഴേ കുറച്ച് എന്താ പറയാ കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട കുറച്ച് ഭാഗങ്ങളാണ്. അപ്പൊ അത് മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, എടുത്തിട്ട് ക്ലിയർ ആണോ, മനസ്സിലാവുന്നുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചാപ്റ്റർ അങ്ങനെയാണ് കേട്ടോ, കുറച്ച് ഇച്ചിരി ബോറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് തന്നെ പറയാം. ഉറക്കം വരുന്ന ടൈമൊക്കെയാണ് എങ്കിലും അധികം ലാഗ് ചെയ്യാതെയാണ് ഞാൻ അതുകൊണ്ട് നോർമൽ സ്പീഡിലാണ് എടുത്ത് പോകുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ നിങ്ങള്? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾ പറയണോട്ടെ. കാരണം
അത് വായിച്ച് 1-2 പ്രാവശ്യം വായിക്കണം. ഇന്ന് തന്നെ അത് വായിച്ചാലേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞത് ലാസ്റ്റത്തേക്ക് വെച്ചിരിക്കാൻ പാടില്ല. ഇന്ന് തന്നെ ഒന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you.